ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ഹാങ്ങിങ് ചെടിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അത് കുറേ എൻ്റെ അടുത്ത് അതിൻ്റെ കളക്ഷനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടത് കുറേ പച്ച ഇല, അതുപോലെ തന്നെ ഇത് കണ്ടല്ലോ, ഇതിങ്ങനത്തെ ഇല ഇതിൻ്റെ കളർ കണ്ടോ, ഇങ്ങനത്തെ നല്ല കളറാണ്, കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഷീറ്റ് ഉണക്കമുള്ള ഒരു ഇതിനാണല്ലോ ഞാൻ വെച്ചത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ പച്ച വല പോലെ വെച്ചേക്കണം. ഞാൻ ഓർക്കിഡൊക്കെ വെച്ചിരുന്നു, അതൊക്കെ പോയി കേട്ടോ, കുറച്ചൊക്കെ പോയി. അപ്പോൾ അത് പിന്നെ വേറെ പ്ലാന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ പേരുകളൊന്നും എല്ലാത്തിൻ്റെ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ പേരൊക്കെ നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞതാണ്. കണ്ടോ, നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് ഇത് കണ്ടോ, എന്ത് രസമെന്ന് നോക്കിയാൽ എൻ്റെ കാണാൻ. ഇത് അതിൻ്റെ പച്ച ഉണ്ടോ, ഇത് ചുമന്ന പൂ ഇതിൽ പൂക്കും കേട്ടോ. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ മൂന്ന് ഐറ്റം എങ്ങാണ്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ രണ്ടും ചുമന്ന പൂവാണ്. പച്ച ഇല ഉള്ളതും ചുമന്ന പൂവാണ്, ഇതും ചുമന്ന പൂവാണ്. അപ്പോൾ ഇത് അതുപോണക്ക് പച്ച ഇല ഉള്ളതാണ്, പക്ഷേ ഇതിൻ്റെ പൂ ചുമപ്പാണ്. ഇനിയുണ്ട് മെറൂൺ പോലത്തെ ഇല, അതിൽ പൂവ് വന്ന് പിങ്ക് കളറാണ്. അപ്പോൾ ഇതും നല്ല രസമുണ്ട് കണ്ടോ. അപ്പോൾ ഇതെല്ലാം കുറച്ച് അവിടെ ആയിട്ട് ഞാനിങ്ങനെ കുറേശ്ശെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇല മാത്രമാണ്, പൂക്കത്തില്ല. ഇതൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ എല്ലാവരും വീട്ടിലും ഉള്ളതാണ്. ഇതാ ഞാൻ പറഞ്ഞേ, ഇത് ഇല വല്ലാത്തൊരു കളറാണ്, പക്ഷേ ഇതിൻ്റെ പൂവ് നല്ല പിങ്ക് കളറായിരിക്കും. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ കുറേശ്ശെ ഞാൻ താമസിക്കുന്ന ഇതിന് ചുറ്റും ഞാൻ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കുറേയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അത്ര എൻ്റെ കയ്യിലില്ല, കുറച്ചൊക്കെ പോയിട്ടുമുണ്ട്. കണ്ടോ, ഇത് നല്ല രസമല്ലേ കാണാൻ. കണ്ടോ, പച്ച നല്ല രസമാണ്. പക്ഷെ വെള്ളമൊക്കെ ശരിക്കും ആവശ്യത്തിനനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നിറമൊക്കെ മാറിപ്പോകും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിരിക്കുന്ന ടെറസിൻ്റെ മണ്ടയ്ക്കായതുകൊണ്ടേ നല്ല ചൂടാണ്. അപ്പോൾ കണ്ടോ, ഇത് നല്ല രസമല്ലേ. അപ്പോൾ ഇത് പൂക്കുന്നത്, ഇതൊന്നും പൂക്കാത്തതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കളറ് മാറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മണി പ്ലാന്റ് ഇതുപോലെ ഒരു ബോട്ടിലിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നല്ലപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ഐറ്റം ഇലയാണ്, കാണാമല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു സമാധാനം എന്നൊക്കെ പറയാൻ. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ പുറത്ത് ആരുമായിട്ടും വലുതായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ സമയം ഇങ്ങനെ അങ്ങ് പോകും. ശരിക്കും സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സുഖം തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ പിങ്ക് പൂവുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചെങ്കിലുമൊക്കെ ചെടി നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ പരിസരങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു വൈകിട്ടൊക്കെ സമയത്ത് ഇച്ചിരി അതിന് വെള്ളം നനച്ച് കൊടുക്കാനും, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇച്ചിരി വളം ഇടാനും, അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നൊന്ന് സംസാരിക്കാനും ഒക്കെ നല്ല അപ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു നല്ല സമാധാനവും ഒരു വല്ലാത്തൊരു ഫീലിംഗാണ് അതെങ്ങനെ പറഞ്ഞ് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളോ അല്ലെങ്കിൽ വിഷമമോ ഒന്നും നമുക്ക് വരത്തില്ല. മക്കളൊക്കെ ദൂരോട്ട് പോയി കഴിയുമ്പോൾ വല്ലാത്ത വിഷമമൊക്കെ ആയിരിക്കത്തില്ലേ. അപ്പോൾ ഇതൊക്കെ മറക്കാനും, അപ്പോൾ നമുക്കൊരു എന്നും നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ അത് ചുറ്റും ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ. അപ്പോൾ മാറ്റിയും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കളർ ചേഞ്ച് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് ചട്ടി വാങ്ങിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചെറിയ ഷീറ്റുകൾ, കുപ്പി ഇങ്ങനെ ഉള്ളതിലൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ചട്ടി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല രസമാണ്. ഈ ഭാഗം മൊത്തവും ഞാൻ വെച്ചേക്കുന്നത് ഇതുപോലത്തെ ഓർക്കിഡുകളാണ് കേട്ടോ. ഇതുപോലത്തെ കണ്ടോ, പൂത്ത് നിൽക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ പൂവുള്ള സമയമല്ല. ഇതാണെങ്കിൽ നല്ല രസമുള്ള മഞ്ഞ പൂവാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. മഞ്ഞയും പിങ്കും വൈറ്റും ഒക്കെ വരുന്ന പൂക്കളാണ്. അപ്പോൾ അതിലിപ്പോൾ ഒന്നും പൂക്കളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഓരോ ഷീറ്റും എന്തുവാണോ കയ്യിൽ, ഇതൊരു ചെറിയൊരു ഒരു ചട്ടി കണക്കുള്ളൊരു സാധനം കിട്ടിയതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെ അങ്ങ് വെച്ചു. അപ്പോൾ എല്ലാം ഇതുപോണക്ക് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ, നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പം നല്ല പച്ച പച്ചയെന്ന് കണ്ടോ. ഇങ്ങനെ ഞാൻ താമസിക്കുന്ന ടെറസിൻ്റെ മണ്ട ഫുള്ള് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് തന്നെ എനിക്ക് നല്ല സമയമാണ്, എന്താ പറയാൻ, ശരിക്കും സമയം വേണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.